അല്ലെങ്കിൽ നമ്മുടെ ഭാഷ, നമ്മുടെ കൾച്ചർ ഒന്നും അറിയണമെന്നില്ല. കാരണം ബിജുവിന്റെ സ്റ്റോറി, ബിജുവിന്റെ കഥ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ബിജുവിന് എത്ര കൺട്രീസിൽ നിന്ന് വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് അറിയാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമുക്ക് വീഡിയോ ഇടാനൊക്കെ ആയിട്ട് ഒരു ഉത്സാഹം ഉണ്ടാവുക കേട്ടോ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ 2 സ്ഥലത്ത് നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. നമ്മൾ കുറേ ആയി പുറത്തൊന്നും അങ്ങനെ ഒട്ടും പോകാറില്ല. പ്രത്യേകിച്ച് കാറ് കൊടുത്തേ പിന്നെ നമ്മൾ പുറത്തേക്ക് അധികം പോകാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. കാരണം വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കണേയാണല്ലോ. അപ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അത് കാരണം തന്നെ നമ്മളിന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. നമ്മുടെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് കറിയൊന്നും ഉണ്ടാക്കണം. അപ്പോൾ പീസ് കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ പീസൊക്കെ നന്നായിട്ട് കഴുകി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കത് വേവിക്കാനായിട്ട് ഗ്യാസിലോട്ട് മാറ്റാം കേട്ടോ. ഇനി ഇതേ ഞാൻ രാത്രി അരി അരച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിനുള്ളത്. അത് നന്നായിട്ട് പൊങ്ങിയിട്ട് അതിൻ്റെ പാകമൊക്കെ കഴിഞ്ഞ് പോയിട്ട് അങ്ങ് താന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാകം കഴിയുമ്പോഴാണ് കേട്ടോ ഈ മാവ് താന്ന് പോണത്. ഞാൻ എന്നിട്ട് ഇതേ അപ്പമൊക്കെ ചുട്ടെടുക്കാണ് കേട്ടോ. പിന്നെ വാപ്പ എണീറ്റപ്പോൾ തന്നെ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ ഞാൻ കുറച്ച് മധുരം ഇടാതെ ഇക്കാക്ക് മാറ്റി വെച്ചു. ബാക്കിയുള്ളതിലേക്ക് മധുരം ഇടാൻ കേട്ടോ. ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അപ്പത്തിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പമൊക്കെ കരിഞ്ഞു. പിന്നെ ആ കാര്യമേ വിട്ടു പോകട്ടോ ഇവിടുന്ന് അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അപ്പം ചുട്ട് കഴിയുന്ന വരെ ഞാൻ അടുക്കളയിൽ നിന്ന് മാറാറേ ഇല്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞതേ ഇക്ക നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട്. ഇക്കക്ക് എപ്പോഴും ഈ ഒരു കപ്പിൽ തന്നെ വേണം കേട്ടോ ചായ കുടിക്കാനൊക്കെ ആയിട്ട്. ചെറിയ ഗ്ലാസ്സിലൊന്നും കൊടുത്താലൊന്നും പറ്റത്തില്ല. അപ്പോൾ ആളിപ്പോൾ മധുരം ഇല്ലാണ്ടാണ് കഴിക്കാറ്. അതൊക്കെ കഴിഞ്ഞതേ നമ്മുടെ കുഞ്ഞോളിന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മയുടെ കയ്യിലിരിക്കുന്നതാണ് കുഞ്ഞോള്. പിള്ളേരെല്ലാവരും തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂത്താൾ നിസ്കരിക്കാനൊക്കെ പോയേക്കണു. ബാക്കി 2 പേര് വല്ല് തേക്കാനും അങ്ങനെയൊക്കെ അടുക്കളയിലേക്കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തലേന്ന് രാത്രി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ ചൂടാക്കി വെക്കണുണ്ട്. കാരണം ഞങ്ങൾ പോയി കഴിയുമ്പോൾ വാപ്പായോ അനിയനോ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ആയിട്ട് മോരുകറി ഉണ്ട് കേട്ടോ. ഓ എവിടെയാ കുഞ്ഞാളെവിടെ? കുഞ്ഞാള് അതിക്കാനോട് വർത്താനം പറയടാ. ഞാൻ അപ്പം ഉണ്ടാക്കിയ സമയം കൊണ്ട് ഇതേ ഇക്ക ഡ്രസ്സെല്ലാം എടുത്ത് ഓരോന്നും മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കണത് എന്നാന്ന് വെച്ചാൽ ഒന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ഓർമ്മശക്തിയാണ് ഞങ്ങൾക്ക് 2 പേർക്കും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സെപ്പറേറ്റ് എടുത്ത് വെച്ചേക്കണതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് മറന്നു പോകില്ല കേട്ടോ. ഇനി ഇതിപ്പോൾ പാക്ക് ചെയ്യണം നമുക്ക്. അതുപോലെ തന്നെ അത് എല്ലാവരുടെയും ഷൂ ആണ് ഞങ്ങൾ എല്ലാവരും ഇടണത്. അപ്പോൾ ഷൂ ഒക്കെ എന്താ പറയുക ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ. അതാണ് ബെഡിൽ കയറ്റി വെച്ചേക്കണത് കേട്ടോ. ചെളിയൊന്നും ഒന്നിലും ഉണ്ടാവില്ല. അയാനും അതുപോലെ തന്നെ മുഹമ്മദിനും ഷൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി പോയിട്ട് ഇക്ക വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ 2 പേർക്കും. അപ്പോൾ നല്ല ഷൂ ആണ് കേട്ടോ. ഏകദേശം ഒരേ കോമ്പിനേഷനിലുള്ള ഷൂ ഒക്കെ കിട്ടുകയൊക്കെ ചെയ്ത്. സാലിക്ക് നമ്മൾ ഓൾറെഡി ഡാൻസിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് സാലിക്ക് വാങ്ങിയില്ലായിരുന്നു. പിന്നെ ഇക്കാക്കും എനിക്കും ഓൾറെഡി ഷൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്ത് വെക്കണത് എന്നാന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇവിടുന്ന് പോയിട്ട് പിള്ളേരെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ എറണാകുളത്തിന് പോണത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ യാത്ര എന്ന് വെച്ചാൽ നമുക്കിന്ന് യൂട്യൂബിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു യൂട്യൂബിൻ്റെ മീറ്റപ്പിന്, ഇത് ഒഫീഷ്യൽ യൂട്യൂബ് തന്നെ നടത്തുന്ന ഒരു മീറ്റപ്പാണ്. അല്ലാതെ ഞാൻ മീറ്റപ്പ് ഇങ്ങനെ ഗ്രൂപ്പുകളിൽ നിന്നൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കിതിൽ സെലക്ട് ആവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ വീഡിയോ കറക്റ്റായിട്ടൊന്നും ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ് ടീന എന്ന് പറഞ്ഞ ഇത്തായാനായിട്ട് നമുക്കിത് പറഞ്ഞൊക്കെ തന്നത്. അത് ഞാൻ അപേക്ഷിച്ചു. നമ്മൾക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമുക്ക് സെലക്റ്റായി. നമ്മൾക്ക് 3 ദിവസം മുന്നെയാണ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു പിന്നെ നമുക്ക് എന്താ പറയുക അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ മെയിൽ വന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നത് താജ് ഹോട്ടലിലായിരുന്നു കേട്ടോ, എറണാകുളത്ത് കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അല്ലാതെ നമ്മൾ താജിലൊന്നും പോകലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അതെന്തായാലും മുതലാക്കാമെന്ന് വിചാരിച്ചു.
ഒരാൾക്കുള്ള എന്താ പാസ്സാണ് അവർ തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇക്കായാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇക്കാനെ കയറ്റുമെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പിള്ളേരെ കൊണ്ടുപോകാനായിട്ട് എന്തായാലും പറ്റത്തില്ല, അതുകൊണ്ട് അവരെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. ഇതാണ് നമ്മൾ എറണാകുളത്തിന് പോകുമ്പോൾ ഇടിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് രാജേച്ചി കൊച്ചിനെ തയ്ച്ച് തന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉടുപ്പാണത്. യൂട്യൂബ് മീറ്റപ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു കല്യാണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇതാണ് കേട്ടോ നമ്മൾ കുഞ്ഞോളെ ഇടിക്കുന്നത്. ഇത് നമുക്ക് ഇക്കടെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നതാണ് കേട്ടോ. വിനു എന്ന് പറഞ്ഞ ഫ്രണ്ട് വാങ്ങി തന്നതാണ്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പാണ്, അതുകൊണ്ട് ഇത് തന്നെയാണ് കേട്ടോ ഇന്ന് കല്യാണത്തിന് ഇടിക്കണേ. അതുകൂടാതെ നമുക്കൊരു 3-4 ജോഡിയും കൂടെയും കുഞ്ഞോൾക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം മൂത്തുമാടെ മോള് വന്നപ്പോൾ മേടിച്ചത് കൊണ്ട് തന്നാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇപ്പോൾ പാകമല്ല കേട്ടോ, അല്ലെങ്കിൽ ഇടിക്കായിരുന്നു. അങ്ങനെ എല്ലാവരെയും ഡ്രസ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്തു. ആ സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തേറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കറിയാക്കി എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി കുറച്ചും ചേർത്ത് കൊടുത്ത് നമുക്ക് പീസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പീസ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞോൾ ഇതേ താഴേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ആൾ കിടന്നോളും. പിന്നെ ഇപ്പോൾ കമിഴ്ന്ന് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കമിഴ്ന്ന് കിടന്നിട്ട് കരച്ചിൽ തുടങ്ങും കേട്ടോ. നമ്മുടെ മുഹമ്മദാണ് നോക്കാനൊക്കെ ആയിട്ടിരിക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ വലിയ തല്ല് പിടിക്കലൊന്നും ഇല്ല കേട്ടോ, അത് തന്നെ വലിയ ഉപകാരം. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവർക്ക് ഇതേ അപ്പമൊക്കെ വിളമ്പി കറിയൊക്കെ വിളമ്പി വെച്ചു പിള്ളേർക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാനിത് എറണാകുളത്തിന് പോകുമ്പോൾ ആ ഫ്രോക്ക് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളിന്ന് കല്യാണത്തിന് ഇടാൻ പോണേ കേട്ടോ. അപ്പോൾ ഇത് പുതിയത് വാങ്ങിയതായിരുന്നു കേട്ടോ. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് ഞാൻ അധികം ഡ്രസ്സൊന്നും അങ്ങനെ പുതിയത് എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരെണ്ണം പുതിയത് ഞാൻ വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് ഷേപ്പ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് രാവിലെ രാജേച്ചിൻ്റെ അടുത്തേക്ക് ഓടനെയാണ് കേട്ടോ ഈ കാണുന്നത്. കൈയൊന്ന് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു, ബാക്കിലൊന്ന് ടക്കടിക്കാനുണ്ടായിരുന്നു, അത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. രാജേച്ചാണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കിലാണ് ജോലിക്ക് പോകാനൊക്കെ ആയിട്ട്. ഞാൻ വന്നപ്പോഴേക്കും പിള്ളേരൊക്കെ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞോള് നല്ല കരച്ചിലാണ് കേട്ടോ. പിന്നെ കുഞ്ഞോളെ എടുത്തു, ഫീഡൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം കൊച്ചിനെ കൊണ്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ അടുത്തത് ഒരു ബോക്സിലായിട്ട് കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. മരുന്ന്, പിന്നെ അതുപോലെ തന്നെ കൺമഷി, മൂക്കിലൊഴിക്കാനുള്ള മരുന്ന്, എപ്പോഴും മൂക്കടപ്പുള്ളതാണ് കേട്ടോ ആൾക്ക്. പിന്നെ ഡയപ്പറിൻ്റെ റാഷ് ക്രീം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഐലൈനർ. അപ്പോൾ നമ്മൾക്ക് മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു പൗഡറും ഐലൈനറൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ആ രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ പനി നോക്കാനും, പിന്നെ അതുപോലെ തന്നെ നെയിൽ കട്ടർ, കുറച്ച് പിന്നും കാര്യങ്ങളൊക്കെ, പിന്നെ മോതിരം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ID കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഫുഡൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇക്കായൊക്കെ ഫുഡ് കഴിച്ചു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ തിരക്കായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തത് എൻ്റെ വീട്ടിൽ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ചെല്ലാം എന്നൊക്കെയായിരുന്നു പ്ലാനിങ്. പക്ഷേ സത്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 8 മണിയായിട്ടോ. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറിലേക്ക് കയറാണ്. അപ്പോൾ ഇത് ഇക്കടെ ഫ്രണ്ട് ഫൈസൽ എന്ന് പറഞ്ഞാൽ ഇക്കടെ കാറാണ് കേട്ടോ. നമ്മുടെ കാറൊക്കെ വിറ്റു കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനത് പറഞ്ഞിട്ടില്ല, കാരണം വണ്ടി ഒരിക്കൽ ആക്സിഡൻ്റ് ആയിരുന്നു. ഉമ്മച്ചി ഹജ്ജിന് പോകുന്ന സമയത്ത് ഇവർ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രാത്രി ഒരുപാട് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇക്കക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനുണ്ടെങ്കിൽ മാത്രം സാധാരണ ഞങ്ങൾ രാത്രി വീട്ടിൽ നിന്നൊക്കെ തിരിച്ച് വരലുള്ളൂ. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇക്കായും പിള്ളേരും കൂടിയാണ് രാത്രി തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വന്ന സമയത്ത് നമ്മുടെ വീട് എത്താറായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇക്ക ഉറങ്ങിപ്പോയി, വണ്ടി കൊണ്ടുപോയി ഇടിച്ച് വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ആകെ നശിച്ച് പോയിട്ടോ. പിന്നെ നമ്മൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല. പിന്നെ അത് നന്നാക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മളത് വിറ്റു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത വണ്ടി വാങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫൈസൽക്കാടെ വണ്ടിയും കൊണ്ടാണ് നമ്മൾ പുറത്ത് പോകാറ്. അപ്പോൾ വണ്ടി പോയതിലൊന്നും വലിയ സങ്കടമൊന്നും ഇല്ല കേട്ടോ. കാരണം എൻ്റെ മക്കളും ഇക്കായും നമുക്ക് എന്താ പറയുക ഒന്നും പറ്റാതെ കിട്ടിയതിലാണ് എനിക്ക് വലിയ സന്തോഷം. കാരണം അവർ 3 മക്കളും എൻ്റെ അകത്തുണ്ടായിരുന്നു, ഇക്കായും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്കൊന്നും പറ്റാതെ പഠിച്ചാൽ തിരിച്ചു തന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അങ്ങനെ അവസാനം നമ്മളിതേ താജിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കും, അതുപോലെ തന്നെ കൊച്ചു കരയിലും, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തി ഫീഡ് ചെയ്യലും, അങ്ങനെ എന്താ പറയുക ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മളിവിടെ എത്തണ വരെ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞോളെ നമ്മളങ്ങനെ ബോട്ടിലൊന്നും ഫീഡ് ചെയ്ത് ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തൊക്കെ പോകുമ്പോൾ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിള്ളേരെ എൻ്റെ വീട്ടിലാക്കി. പിന്നെ നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ 11 മണി ആയിട്ട് നമ്മളവിടെ
എത്തിയപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 11 മണി വരെയാണ് സമയമുള്ളത്, അത് കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു നമ്മൾ എത്തോ ഇല്ലയോ എന്നുള്ളൊക്കെ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ടീന എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇത്തായും എന്താ പറയുക ഞങ്ങൾക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലോക്കാണ് എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആയിത്താനെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ആയിത്തായൊക്കെ വന്നു. പിന്നെ നമ്മളിത് എന്താ പറയുക ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനേ പറ്റിയില്ല, കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ ചെന്നത്. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇക്കതേ എന്തൊക്കെയോ കൊണ്ടു തന്നു, സാൻഡ്വിച്ചോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കാൻ പോലും പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചാണെങ്കിൽ ഭയങ്കര കരച്ചിൽ അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ചായ ഒരെണ്ണം എടുത്ത് കുറച്ച് കുടിച്ചോളൂ. അപ്പോഴേക്കും അവർ പറഞ്ഞു എന്താ പറയുക അകത്ത് കയറാവോ, സമയമായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം എന്താ പറയുക ആസ്വദിച്ച് കഴിക്കാനും പറ്റിയില്ല. ഇക്ക കഴിച്ചു ഇല്ലേന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ, കാരണം ഇക്ക എനിക്ക് എടുത്തുകൊണ്ട് തന്നു. ഞാൻ എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അകത്ത് കയറിയെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലുള്ള പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാര്യം നമ്മുടെ കൂടെ നോക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഫീഡ് ചെയ്യാനും എല്ലാത്തിനും നമ്മൾ തന്നെ എണിച്ച് പോവുകയൊക്കെ വേണമല്ലോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അതേ അവസാനം നമ്മുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ തന്നെ ഇരിക്കണം. ഒന്നാമത് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ചെന്നത്. പിന്നെ അത് മാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറകെ നിൽക്കണം തന്നെയായിരുന്നു നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലും എല്ലാവർക്കും ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയേനെ. അപ്പോൾ അവിടെ ഒരു സോഫ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇരുത്താനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ പ്രോഗ്രാമൊക്കെ തുടങ്ങി എല്ലാവരും അതിൻ്റെ ശ്രദ്ധയിലൊക്കെയാണ്. പിന്നെ അതേ നമ്മുടെ ബാക്കിലായിട്ട് നമ്മുടെ എന്താ പറയുക എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും ചാനലിൻ്റെ നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. പസിൽ മാതിരിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം, നമ്മുടെ നെയിം നമ്മൾ കണ്ടുപിടിച്ച് അതിൽ വരയ്ക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാൻ നോക്കി നിന്നു. പിന്നെ നമ്മുടെ ഷോ ഹാങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് മനീഷ് വിഷ്ണു ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. അവരുടെ യൂട്യൂബ് ചാനലും അവർ ഏകദേശം 8 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ അവരായിരുന്നു ഇത് ഈ പ്രോഗ്രാം ഹാങ്കറിങ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ശരണ്യ ബ്യൂട്ടീസ് വ്ളോഗ്സ് അങ്ങനെ ഒരു ചാനലിലുള്ള ഒരു ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾക്ക് അറിയാവുന്ന ഒരുപാട് സെലിബ്രിറ്റികളായിട്ടുള്ള യൂട്യൂബേഴ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 ദിവസമായിട്ടായിരുന്നു ഈ ഒരു ഇവൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. സാറ്റർഡേയും അതുപോലെ തന്നെ സൺഡേ. ശരിക്കും ഞങ്ങൾ സൺഡേ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ സാറ്റർഡേ ആണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ സാറ്റർഡേ രാവിലത്തെ ഷോയിലാണ് നമ്മളുണ്ടായിരുന്നത്, മീറ്റപ്പായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം 4 മണിക്ക് അടുത്ത മീറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അതിലും കുറേ വെറൈറ്റി എന്താ പറയുക സബ്സ്ക്രൈബേഴ്സും കൂടുതലുള്ളതും സെലിബ്രിറ്റി ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേന്നും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല, കാരണം നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് നമുക്ക് അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതേ നമ്മുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങി. അപ്പോൾ അവർ കുറേ മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അവർ കുറേ ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ അവാർഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കുറേ നേരം ചെക്ക് ചെയ്ത് നോക്കി. ഇപ്പോൾ എൻ്റെ പേര് എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. സിമീസ് ഹോം വേൾഡിൽ നിന്ന് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു, അവസാനം കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ റൗണ്ട് ചെയ്തിട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പോയിട്ടോ, കാരണം നമ്മുടെ ചാനലിൻ്റെ നെയിം മറ്റൊരു സ്ഥലത്തൊക്കെ ഇങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയല്ലേ. പ്രത്യേകിച്ച് കാര്യം ഞാൻ ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ശരിക്കും ഒരു മീറ്റപ്പിന് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും നല്ല സക്സസ് ആയിട്ടോ. എൻ്റെ ഒപ്പം തന്നെ ചാനലുണ്ടായിരുന്നവരൊക്കെ അത് അവരുടെ ഹാർഡ് വർക്കിങ്ങിൻ്റെ തന്നെയാണ് കേട്ടോ. അവരൊക്കെ രാവും പകലും ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്താ പറയുക സക്സസ് ആയ ആൾക്കാരാണ്. എന്താ പറയുക എപ്പോഴും യൂട്യൂബേഴ്സിനെ ഒരു പുച്ഛത്തോടു കൂടി ആൾക്കാർ കാണണം കേട്ടോ ശരിക്കും. പക്ഷേ ഇതിൻ്റെ പുറമേയുള്ള കഷ്ടപ്പാട് എന്നാന്ന് അവർക്കൊന്നും അറിയത്തില്ല. ഈ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അതിനു വേണ്ടി കണ്ടൻറ്റ് കണ്ടുപിടിക്കലും അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊക്കെ കുക്കിംഗ് വ്ളോഗൊക്കെ ആയതുകൊണ്ട് തന്നെ അതിന് മാത്രം അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല, കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് അങ്ങനെയല്ല, അവർക്ക് ഓരോ എന്താ പറയുക കൺസെപ്റ്റ് വേണം, ഓരോന്ന് കണ്ടുപിടിക്കണം, അത് അഭിനയിക്കണം, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇതിൽ പകുതി പേരും സക്സസ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനായി. പിന്നെ ഒരു മനീഷ് വിഷ്ണു എന്ന് പറഞ്ഞാൽ അവളുടെ പേരെനിക്ക് അത്ര അറിയത്തില്ല കേട്ടോ. അവളൊക്കെ ആയിട്ട് എനിക്ക് സംസാരിക്കാനൊക്കെ ആയിട്ടൊരു അവസരം കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരും വന്ന സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരിന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ KL ബ്രോ ബിജു ആ ആളുണ്ടായിരുന്നു. പുള്ളിക്കാരന് 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ റൂബി ബട്ടണോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ കറക്റ്റ്
കോൺടാക്റ്റായിട്ട്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ ഇതിലേക്ക് വന്നത് എങ്ങനെയാണെന്നും ആ ഒരു കൊറോണ സമയത്ത് ജോലിയൊക്കെ പോയ സമയത്ത് പുള്ളിക്കാരൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നാടകവും സംഭവങ്ങളൊക്കെ വന്നിട്ടാണ് പുള്ളിക്കാരൻ ഇത് എന്താ പറയുക ഓരോ കണ്ടൻറ്റ് ഉണ്ടാക്കി നമ്മളിലേക്ക് എത്തിക്കുകയും പിന്നെ അത് കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് യൂട്യൂബിൻ്റെ ആ ഒരു ഇതിൽ പറഞ്ഞത് കൺസിസ്റ്റൻസിയാണ്. കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ഇടുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ്റെ കുറേ കാര്യങ്ങളും കഥകളും എങ്ങനെയാണ് ഇതിൽ സക്സസ് ആയതെന്നും പുള്ളിക്കാരുടെ ചാനൽ ഏകദേശം 50 രാജ്യത്തും കണ്ട് എന്താ പറയുക റീച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത് ആ വീഡിയോസിന്. കാരണം എന്താ വെച്ചാൽ അതിൽ കൂടുതൽ ഷോർട്സ് വീഡിയോസാണ് കേട്ടോ. ഷോർട്സ് വീഡിയോസിൽ മ്യൂസിക് ആയതുകൊണ്ട് തന്നെ ഒത്തിരി രാജ്യങ്ങളിൽ ആ ഒരു വീഡിയോസ് ഇങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സിഇഒയുടെ കയ്യിൽ നിന്ന് എന്താ ബട്ടൺ ഈ റൂബി ബട്ടൺ വാങ്ങിയതും അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പുള്ളിക്കാരനും പറഞ്ഞു. നമ്മുടെ മാനേജർ യൂട്യൂബ് മലയാളി മാനേജറാണെന്ന് തോന്നുന്നു കേട്ടോ, ആളും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചു. യൂട്യൂബ് തുടങ്ങിയ സമയം മുതൽക്ക് നമുക്ക് യൂട്യൂബ് ഒരുപാട് എന്താ പറയുക ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പുകളിലൂടെ നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ എറണാകുളം, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് പേരുണ്ട്, തൃശ്ശൂർ അങ്ങനെയൊക്കെ. പക്ഷെ ഇന്ന് വരെ നമുക്ക് അവരൊന്നും കാണാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു എന്താ പറയുക 2-3 പേരെ, കുറച്ച് പേരെ, ഒരു 5-6 പേരെയൊക്കെ നമുക്ക് ആ ഒരു ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഉള്ളവരെ കാണാനുള്ളൊരു അവസരമായിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്തു കേട്ടോ. ടീന, അതുപോലെ നൗഫ, ഇവരൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് നമുക്ക് എന്താ പറയുക ഇവരെ കുറിച്ചിട്ട് എല്ലാം അറിയും, ഇവരെ വിശേഷങ്ങൾ അറിയുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെയൊക്കെ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടി. പല സെലിബ്രിറ്റി ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സത്യത്തിൽ എനിക്ക് പല ആൾക്കാരും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറേ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ചാനലിൻ്റെ പേര് നമുക്ക് മനസ്സിലാവണേ, അവരെ മനസ്സിലാവുകയൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ അങ്ങോട്ട് ചെന്ന് സെൽഫി എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ എന്താ പറയുക കൂടുന്ന ആൾക്കാരോട് ഭയങ്കരമായിട്ട് കൂടുന്നല്ലാതെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് അങ്ങോട്ട് കയറി മിണ്ടാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. പക്ഷെ അന്നേരം എനിക്ക് അങ്ങോട്ട് ചെന്ന് സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര മടി തോന്നി. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓർത്തു അയ്യോടാ സെൽഫി എടുക്കാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇനി ഇൻഷാ അള്ളാ ഇങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷെ നമുക്ക് അതിനുള്ള അവസരം കിട്ടില്ല കേട്ടോ. കാരണം ഒന്നാമത് നമ്മൾ ലേറ്റായിട്ട് ചെന്നത്, അന്നേരം നമുക്ക് സെൽഫി എടുക്കാൻ പറ്റിയില്ല. പിന്നെ ക്ലാസ് തുടങ്ങി, പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങണം. ആ സമയത്താണെങ്കിലും കൊച്ചിൻ്റെ കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടാണെങ്കിലും നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വന്ന് പിള്ളേരെ പിക്ക് ചെയ്തിട്ട് അടുത്തത് തൃപ്പൂണിത്തുറയായിരുന്നു നമുക്ക് കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ കല്യാണത്തിന് പോകുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം സമയം ചിലവഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് തന്നെ അധികം ഫോട്ടോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അത്യാവശ്യം എന്താ പറയുക വീഡിയോ ഇങ്ങനെ എടുത്ത് പോയി എന്നല്ലാതെ. അപ്പോൾ ഇനി ഇൻഷാ അള്ളാ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും നോക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോഴേക്കും ഭയങ്കര കരച്ചിലായിരുന്നു കൊച്ച്. നമുക്ക് കേട്ട് നിൽക്കാനേ പറ്റാത്ത രീതിയിലുള്ള കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് എടുത്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ വേഗം ഫുഡ് എടുക്കാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കൊച്ചിനെ ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരക്ക് പിടിച്ച് വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. വെജിറ്റേറിയൻ ഫുഡൊക്കെ ഒരു സൈഡിലും നോൺ വെജൊക്കെ മറ്റേ സൈഡിലും ആയിരുന്നു. ദോശ, അതുപോലെ തന്നെ ബട്ടർ നാൻ, പിന്നെ റൈസ്, ഗീ റൈസ്, ചിക്കൻ, ബീഫ്, അങ്ങനെ എല്ലാ ഐറ്റംസും പുലാവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം കൊച്ചിനെ ഒന്ന് സമാധാനമാക്കിയതിന് ശേഷം ഇക്ക ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്കും എന്നിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമത് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ എടുത്തിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു. പായസം അടിപൊളിയായിരുന്നു എന്നൊക്കെ ഒക്കെ പറഞ്ഞു. പക്ഷെ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും തീർന്നു. പിന്നെ രണ്ടാമത് കൊണ്ടുവന്നപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അവർ ഇറങ്ങാൻ പറയുക. കാരണം അടുത്ത ബാച്ചിന് കയറാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയാലാണ് അവർക്ക് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ്. അപ്പോൾ അവർ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, യൂട്യൂബിൻ്റെ വക ഒരു ബാഗും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങാനൊക്കെ ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാഗൊക്കെ മേടിച്ചു. അങ്ങനെ പിന്നെ നമ്മളിതേ പുറത്തേക്ക് വരാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പല ആൾക്കാരെയും എൻ്റെ അടുത്ത് നിൽക്കണവരെയൊന്നും എനിക്ക് അന്നേരം മനസ്സിലായില്ല. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഓരോരുത്തരെയും അവരായിരുന്നല്ലോ ഇവരായിരുന്നല്ലോ എന്നൊക്കെ തോന്നിയത് കേട്ടോ. പിന്നെ നമ്മൾ പോയത് ചിങ്ങം 1-നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചിങ്ങത്തിൽ മഴ ചിണുങ്ങി എന്നാണല്ലോ പറയണത്. എന്ന് പറയണ മാതിരി രാവിലെ മുതലേ കുറേശ്ശെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. പിന്നെ അതുമല്ല ഇവിടുത്തെ ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു കേട്ടോ. ഭയങ്കര. അപ്പോൾ ഈ ഒരു സ്പേസ് ഉണ്ടായിരുന്നത് വെച്ചാൽ കായൽ തീരത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാറ്റടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞോൾക്കണി ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ആൾക്ക് പെട്ടെന്ന് മൂക്കിടപ്പൊക്കെ വരുന്ന ആളാണ്. അപ്പോൾ അത് കാരണം ആൾക്കൊട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തിറങ്ങി ഒരുപാട് എന്താ പറയുക സെലിബ്രിറ്റി
സെലിബ്രിറ്റികളായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത സെക്ഷനിലേക്കുള്ള യൂട്യൂബേഴ്സൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കലും പരിചയമുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങളും കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കല്യാണത്തിന് പോയിട്ടോ. കല്യാണത്തിന് ചെന്നിട്ട് നമുക്കധികം വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. അവസാനം എന്തേ അവിടെ പാട്ടൊക്കെ പാടുന്ന വീഡിയോസ് മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പാടുന്ന ആളെന്ന് പറഞ്ഞാൽ ഇക്കടെ ഫ്രണ്ടാണ് കേട്ടോ, ബെൽജോ എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ പാട്ടൊക്കെ പാടുന്നത്. അപ്പോൾ എന്താ പറയുക, ഇക്കടെ ഓഫീസിലെല്ലാവരും ഒരു കുടുംബം പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഉള്ള ഫംഗ്ഷന് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവർ എന്താ പറയുക കളിയാക്കി കൊല്ലും, അത് വേറെ വശം. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇക്കടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാറിൻ്റെ SIയുടെ മോളുടെയാണ് കേട്ടോ കല്യാണം. അപ്പോൾ എന്താ പറയുക, ഇക്കടെ ഓഫീസിലുള്ള എല്ലാവരും ശരിക്കും ഒരു കുടുംബം പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ അവരൊക്കെ ഉള്ള ഒരു നിമിഷങ്ങൾ. അപ്പോൾ അതേ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാനായിട്ട്. സാറും മക്കളും അതുപോലെ തന്നെ ഭാര്യയും എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു ഗ്യാങ്ങിനെയാണ് ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച കല്യാണം വിളിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഞായറാഴ്ചയാണ് കല്യാണം വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇക്ക ഞായറാഴ്ച ഡ്യൂട്ടി അല്ലാത്തതുകൊണ്ട് തന്നെ ഇക്ക പോയില്ല. ബാക്കി എല്ലാവരും എന്താ പറയുക ഞായറാഴ്ചയും കല്യാണത്തിനൊക്കെ പോയിട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾക്ക് കുഞ്ഞോക്കടെ കാര്യം നോക്കേണ്ടി വന്നില്ല കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ മാറി പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. വന്ന വരെ ഓരോരുത്തരുടെ കയ്യിലായിരുന്നു കേട്ടോ. ഇവരുടെ മാഡത്തിൻ്റെ കയ്യിലും മക്കളുടെ കയ്യിലും അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതേ പകരമായിട്ട് നമ്മുടെ മുഹമ്മദ് ഒരു മിനിറ്റ് നേരെ അവിടെ അടങ്ങിയിരുന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഓടി ഓരണ വരെ ഓടലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വീട്ടിലെത്തിയപ്പോഴേക്കും ആ ഭക്ഷണം കഴിച്ചത് ഫുള്ള് ഛർദ്ദിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ അവസാനം നമ്മളൊരു 10 മണി വരെയൊക്കെ അവിടെ നിന്നു. 10-11 മണിയൊക്കെ ആവാറായി നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോഴേക്കും. പിന്നെ നമ്മൾക്ക് ഒരുപാട് ദൂരമുണ്ട്, ഒരു 1.5-2 മണിക്കൂറത്തെ ദൂരമുണ്ട് നമുക്ക് വീട്ടിലേക്ക് വരാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞ് പിരിഞ്ഞു. നമ്മളങ്ങനെ യൂട്യൂബിൻ്റെ മീറ്റപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പെൻഡാമേനകിലൊന്ന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ പോയതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഗ്ലാസ് ഒന്ന് മാറ്റാനുണ്ടായിരുന്നു, പിന്നെ ഒരു സ്റ്റാൻഡ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, ഷഫീഖ് എന്ന് പറഞ്ഞ ഇക്കാണ്ട്. അപ്പോൾ ആ ഇക്കാലത്ത് ചെന്നിട്ടാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഒന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണത്തിനും പോയത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വല്യമ്മയുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു. വല്യമ്മ നമ്മുടെ കുഞ്ഞോളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വല്യമ്മ ഇവിടെ വന്ന് കാണലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല്യമാനൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ വല്യമാനെ കൊണ്ടുപോയി നമ്മുടെ കുഞ്ഞോളെ കാണിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാം എന്താ പറയുക പെട്ടെന്നായി എങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടന്നു. പിന്നെ അവസാനം ഞങ്ങളെല്ലാ ഫാമിലിയും നിന്ന് ഫോട്ടോസൊക്കെ കുറേ എടുത്തു. അങ്ങനെ അവസാനം കലാശക്കൊട്ടൊക്കെ നടത്തി നമ്മൾ വീട്ടിലേക്ക് എല്ലാവരും കൂടി പിരിഞ്ഞു കേട്ടോ. അപ്പോൾ 2-3 സാർമാരൊക്കെ പാട്ടൊക്കെ പാടിയിട്ടോ, നല്ല അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതാണ് കേട്ടോ പാട്ടൊന്നും ഇടാത്തത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാൻ നേരത്തെ സാറ് നമുക്ക് കുറേ ചോറും ഇറച്ചിയും ഒക്കെ തന്നു വിട്ടു കേട്ടോ. അവിടെ ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് കുറച്ച് തന്നു വിട്ടു. അത് കാരണം പിറ്റേന്നത്തേക്ക് പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ടി ഒന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് അടുത്തൊരു വ്ളോഗിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്